The wilderness is the place to check whether you are matured to carry the presence of God. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്വത ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. After the test, you will see breakthrough. After the test, you will see the heaven opened. സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. But there is a period of training. So ആ പീരീഡ് ഓഫ് ട്രെയിനിങ് കഴിഞ്ഞവർക്ക് നല്ലൊരു ശുശ്രൂഷനാകാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? If you go to Bible college, you cannot study these things. They won't tell you you have to start from the lower level. അങ്ങനെ പറയുമോ? ബൈബിൾ കോളേജ് പറയുമോ നിങ്ങൾ താഴെ തട്ടി തുടങ്ങണം? പറയത്തില്ല. Only Holy Spirit will tell you start from the lower level. Recently, last week I went to one sister's house. She is going in the church where I was brought up. എന്നെ ഒരുക്കിയ സഭയിൽ ഉള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി. And she said now she is cleaning the toilet there because there is no one. അവിടെ ആരും അത് ക്ലീൻ ആക്കാൻ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരാണ് പോകണമെന്ന് പറഞ്ഞു. So I had a desire in my heart. She is doing that for 4 weeks. ആഴ്ചയിൽ 4 ദിവസം അവർ പോകുന്നത്. എൻ്റെ ഹൃദയത്തിൽ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നു. എന്താണ്? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി എൻ്റെ പാസ്റ്ററിൻ്റെ ചർച്ചിൽ ക്ലീൻ ആക്കണമെന്ന്. So at night, Holy Spirit came to me. Holy Spirit touched my tongue, my body, everything with fire. ഞാൻ എൻ്റെ ആഗ്രഹം ഞാനത് അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് വാസ്തവമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നാവിലും എൻ്റെ ശരീരത്തിലൊക്കെ ഒരു ദൈവത്തിൻ്റെ ശക്തി വന്നു. Why I am saying God will look into your heart, what you are thinking. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നോക്കിയാണ് നിങ്ങൾക്ക് വിടുതലിരിക്കുന്നത്. If you want to be used by God powerfully, God is checking what you are thinking. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? God will heal you. നിങ്ങൾക്ക് സൗഖ്യം ദൈവം തരികയാണ്. സൗഖ്യം വേണോ അല്ലേ? You have to go through the pain. നിങ്ങൾ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴേ നിങ്ങൾക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. Because Jesus was carrying the cross and then he was crucified. യേശുവിനെ എങ്ങനെയാണ് ക്രൂശിച്ചത്? യേശു തന്നെ ചുമന്നു. അതിൻ്റെ മർമ്മം പിടിയിട്ട് വേറെ ആരെങ്കിലും അല്ല ചുമന്നത്. യേശു തന്നെ ചുമന്നുകൊണ്ട് പോയിട്ട് പോകുന്ന വഴി മുഴുവൻ ആൾക്കാർ എന്ത് പറയും? In that place, who are carrying the cross? Only the thieves and those who are criminals, those who are doing crimes. Only such people carry the cross. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇപ്പോൾ ഒരു ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഊരിയിട്ടിട്ട് റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് യു ഇമാജിൻ somebody is making you walk through the street. നിങ്ങളെ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോവുകയാണ് നിങ്ങളുടെ വസ്ത്രമൊക്കെ അഴിച്ച്. അപ്പോൾ ആൾക്കാരുടെ 2 സൈഡിൽ നോക്കി പരിഹസിച്ച് ചിരിച്ചോണ്ടിരിക്കും ഇല്ലേ? യേശു അത് ചുമന്നുകൊണ്ട് പോയി. ആൾക്കാർക്ക് അതിൻ്റെ ഒന്നുപോലും വായിക്കാൻ പറ്റുന്നില്ല. വല്ല പിടിയിട്ടെന്ന് അറിയത്തില്ല. Jesus carried the cross and the soldiers were beating Jesus. യേശുവിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുരിശെടുത്തോണ്ട് പോവുകയാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാ നിന്നവല്ല അനുഭവിച്ച. So you have to go through your problems, you will get healed. Skin problem healed. നിങ്ങളുടെ ത്വക്കിന് ഒരു രോഗമുള്ളതാണ് യേശു സൗഖ്യമാക്കുന്നത്. You believe God will heal you. You don't have to see the physician. You lay on the floor. നിങ്ങൾ തറയിൽ കിടക്കുക. ദൈവമേ ഞാൻ കുരിശിൽ കിടക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. അപ്പോൾ ഇതാണിത്. You don't have to see the neurologist. ആരെയും ഡോക്ടറെ ഒന്നും കാണണ്ട. God is going to do greater things in your life. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവ അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു ദൈവമാണ്.
Somebody is going to see a physician. നിങ്ങൾ ഫിസിഷ്യനെ കാണണ്ട. You deny yourself and carry your cross, you will get healed. എത്ര പേർക്ക് മനസ്സിലായി? ആരോ എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. യേശു എന്ത് ചെയ്തു? തൻ്റെ കുരിശെടുത്തോണ്ട് പോയി. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കുരിശ്? അതിനെ വഹിക്കണം, സന്തോഷത്തോടെ വഹിക്കണം. If you have a problem in your life, you rejoice. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? I like people hating me. എന്നെ ആൾക്കാർ വെറുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അറിയാമോ? ആരും വെറുക്കുന്നില്ല. പൈസ കൊടുത്ത് വല്ലതും വെറുപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കി. വല്ല പിടികിട്ടിയ അങ്ങോട്ട് പൈസ തന്ന് ആരെങ്കിലും എന്നെ വെറുക്കുകയാണെങ്കിൽ കൊള്ളാം. പക്ഷെ ആരും വെറുക്കുന്നില്ല. When people hate you, the anointing of the Lord will rest upon you. When people hate you, when you rejoice, അതായത് നിങ്ങളെ ആൾക്കാർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങൾ യേശു നിമിത്തം സന്തോഷിക്കണം, പിറുപിറുക്കുകയല്ല. When you have a financial crisis, you rejoice. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ നിങ്ങൾ യേശു നിമിത്തം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. When you have a disease, നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു രോഗമുള്ളപ്പോൾ എന്താണ്? യേശു നിമിത്തം നിങ്ങൾ സന്തോഷിക്കണം. When you have a family problem, you have to rejoice for the sake of Jesus. നിങ്ങളുടെ വീട്ടിലൊരു കുടുംബ വിഷയം ഉണ്ടെങ്കിൽ യേശു നിമിത്തം സന്തോഷിക്കണം. So today, what I am sharing with you is, if you want to see a deliverance, നിങ്ങൾക്കൊരു വിടുതൽ കാണണമെങ്കിൽ the power is in you. അതിനുള്ള പവർ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഇനി അത് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കുരിശ് ചുമക്കണം. If that power should be exploded, what you have to do? You have to carry your cross and you have to nail yourself into the cross. നിങ്ങളെ തന്നെ കുരിശിലേക്ക് ആണി അടിപ്പിച്ചോണം. അപ്പോഴെന്ത് ചെയ്യും? The resurrective power will explode. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ അത് വെക്കണം, സന്തോഷത്തോടെ. അപ്പോൾ അതിനൊരു സമയമുണ്ട്, അത് പൊട്ടും. അതാണ് യേശുവിടെ കാണിച്ചു തന്നത്. What Jesus was showing us, he carried the cross. യേശു കുരിശ് ചുമന്നു. What is your cross? ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കും, അല്ലെ ഭാര്യയായിരിക്കും, മക്കളായിരിക്കും, അല്ലെ ഫിനാൻഷ്യൽ പ്രോബ്ലം, അല്ലെ ഡിസീസ് ആയിരിക്കും. ഇറ്റ് മേ ബി യുവർ ഡിസീസ് ഓർ യുവർ ഫാമിലി പ്രോബ്ലം, വാട്ട് എവർ ഇറ്റ് മേ ബി, ബട്ട് യു ക്യാരി ഇറ്റ്. Don't open your mouth and tell anyone, I have problem. വാ തുറന്ന് ഒരു മനുഷ്യനോടും പറയല്ലേ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയല്ലേ. വല്ലതും പിടികിട്ടിയ? Since baptism, I have never opened my mouth and told anyone I have a problem. സ്നാനപ്പെട്ട അന്നു മുതൽ ഇന്നു വരെയും മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ I have a lot of problem. I have actually a lot of problem, but I have never opened my mouth and said I have a problem. എന്തുകൊണ്ടാ? I have to carry it. എനിക്കതിനെ വഹിക്കണം. Why the problem came? Jesus was giving you the cross. യേശു കുരിശ് തന്നു. യേശു നിങ്ങൾക്ക് പ്രശ്നം തന്നു. അത് 1 Corinthians 1:29, what it is saying? 1 Corinthians 1:29 വായിച്ചേ. Not Philippians 1:29 വായിച്ചേ. The book of Philippians 1:29. സന്തോഷമില്ല, അത് ദൈവം തന്നെ വെച്ചതായി. എന്താ ദൈവം വെച്ചിരിക്കണം? നിങ്ങളുടെ കുരിശ് ദൈവം തന്നെ വെച്ചതാകുന്നു. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. വരവെന്ന് പറയുന്ന വാക്കെന്താണ്? നല്ല കാര്യത്തിനല്ലേ. ചിലവർ തപസ്സിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ്? വരം ലഭിക്കാൻ.
കൃപാവരം ലഭിക്കാൻ. സം പീപ്പിൾ ആർ ഫാസ്റ്റിംഗ് ടു ഗെറ്റ് ദ ഗിഫ്റ്റ്സ്. ചിലർ ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നത് എന്തിനാ?